ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. വചനം പറയാണ്, ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഈശോ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. ഗലീലിൽ ചെന്നിട്ട് ഈശോ സിനഗോഗിൽ വരികയാണ്. സിനഗോഗിൽ വരുമ്പോൾ യെശയ്യാ പ്രവാചന പുസ്തകം നൽകപ്പെടുന്നു. ഈശോ വായിക്കാൻ തുടങ്ങുന്ന ഇപ്രകാരം: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതാണ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് പറയുന്നുണ്ട് ഈശോ മരുഭൂമിയിലേക്ക് ഈശോ എന്ന് വെച്ചാൽ ദൈവത്തിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടുന്നതിനായിട്ട് നയിച്ചു എന്ന് പറയാം. ദൈവാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെട്ട ഈശോ, ആത്മാവിൻ്റെ നിറവാണ് കൃപാവരങ്ങളിൽ ഈശോയെ വളർത്തിക്കൊണ്ടിരുന്ന് നയിച്ചുകൊണ്ടിരുന്നു. നിന്റെ ജീവിതത്തിൽ ഈ ആത്മാവിന് നീ എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിന്റെ ബന്ധം എത്രത്തോളമാണ് നീ ആത്മാവിന് വിധേയപ്പെട്ട് നിന്റെ ജീവിതത്തെ നയിക്കുക? ആത്മാവിൻ്റെ നിറവ് ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ആത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. ആ ബന്ധത്തിൽ ആഴപ്പെടണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിന്നെ പോലെ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കീഴ്പ്പെടുവാനായിട്ട്, ആത്മാവിൻ്റെ പ്രചോദനത്തിന് ജീവിതത്തെ വില കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിനുവേണ്ട കൃപകള്, നന്മകള്, സംരക്ഷണം എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം